എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗ്ലാമി ഗംഗയുടെ ഒരു വീഡിയോ. ഈ ഗ്ലാമി ഗംഗയുടെ വീഡിയോ ചെയ്ത ഫാൻസുകാർ അപ്പം തന്നെ വന്ന്, നിങ്ങൾക്ക് പരദൂഷണം പറയാതെ വേറെ ടോപ്പിക്കൊന്നും കിട്ടിയില്ലേ, പരദൂഷണം പറയാൻ വന്നിരിക്കുന്ന അമ്മായി എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ് ഇടും. പക്ഷെ മറ്റുള്ള എല്ലാവരെയും കുറിച്ച് പറയാം, ഗ്ലാമി ഗംഗ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നുകൊണ്ട് ഒന്നും മിണ്ടാൻ പാടില്ല, ഒരക്ഷരം മിണ്ടാൻ പാടില്ല. അവരിനി എന്ത് ചെയ്താലും വിമർശിക്കാൻ പാടില്ല. ആ രീതിയാണ് ഫാൻസിന്. അപ്പൊ അത് നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ എടുക്കുന്ന റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നുന്ന എല്ലാ ഇതുപോലെയൊക്കെ കാണിക്കുന്ന എല്ലാ ടോപ്പിക്കും ആരെടുത്തു എന്നുള്ളത്. ഇപ്പം കൃഷ്ണകുമാറിന്റെ മകളുടെ സബ്സ്ക്രിപ്ഷൻ വരെ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തില്ലേ. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി, അങ്ങനെയൊന്നുമില്ല. അതിനു മുന്നേ അശ്വിനിയെ മാതൃകയാക്കിയാണ് കൃഷ്ണകുമാറിന്റെ മകൾ വന്നത്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ഈ പുതിയ തലമുറ ഇങ്ങനെയെല്ലാം കാണിക്കുമ്പോൾ എന്റെ ചോദ്യം, എന്റെ ചിന്തയും പോകുന്നത് എങ്ങനെയാണെന്നറിയാം, ഈ പഴയ തലമുറ, ഞങ്ങളുടെയൊക്കെ ആ ഒരു ഏജിൽപ്പെട്ടവരാണല്ലോ ഇവരെല്ലാം, സിന്ധു, കൃഷ്ണകുമാറൊക്കെ, അവരിതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അത്ര വിശാല മനസ്സ് എനിക്കൊന്നും തോന്നാറില്ല. അപ്പൊ ഒരുപക്ഷെ പഴയ ആ പഴഞ്ചൊല്ലാണ് പിന്നെ ഓർമ്മ വരുന്നത്, പണത്തിന് മീതെ പരുന്തും പറക്കും എന്നുള്ളത്. പണം എത്ര കിട്ടിയാലും പണ്ട് നമ്മൾ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ച് 100 കിട്ടുമ്പോൾ 1000 കിട്ടണം, 1000 കിട്ടുമ്പോൾ 10,000 കിട്ടണം, 10,000 കിട്ടുമ്പോൾ ലക്ഷം കിട്ടണം എന്നുള്ള മനുഷ്യന്റെ ഒരു ദ്വരയുണ്ടല്ലോ, അതൊരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പണം ഉണ്ടല്ലോ അവർക്ക്, പിന്നെ അവരൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്തെന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ വന്ന കൃഷ്ണകുമാറിന്റെ മകളുടെ കാര്യത്തിൽ. പക്ഷെ അതല്ല അതിന്റെ സംഗതി. പണം എന്നുള്ള ഒരു സംഗതി പിന്നെയും ആകർഷിക്കപ്പെട്ടു പോകുന്നു. ഇന്നലെ ഇപ്പൊ ആ കുട്ടിക്ക് 12 ലക്ഷത്തോളം പൈസയായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗ്ലാമി ഗംഗയുടെ ഒരു വീഡിയോ ബെഡ്റൂം സീൻ വരെ കാണിച്ചു കഴിഞ്ഞു. എന്തിനാണ്? കല്യാണ ചെലവിന് കുറെ കാശായി കാണും. ഇനിയിപ്പൊ ഹണിമൂണിന് പോണ കാശുണ്ട്. പിന്നെ ഇനി പണ്ടത്തെ പോലെയല്ല, കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയില്ലേ, കല്യാണം കഴിഞ്ഞില്ലേ. അപ്പൊ പൈസയ്ക്ക് ഒത്തിരി വിലയായിട്ടുണ്ട്. അപ്പൊ പൈസ എങ്ങനെ ഉണ്ടാക്കാം? യൂട്യൂബാണ് ആകെ ഉള്ള പുള്ളിക്കാരത്തിയുടെ വരുമാനം. പെയ്ഡ് പ്രൊമോഷന് ഇതൊക്കെ ചെയ്താൽ എല്ലായിടത്തുനിന്നും വാരി പിടിക്കണ്ടേ. അതിനുവേണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ ബെഡ്റൂം സീൻ വരെ അങ്ങ് എടുത്തിട്ടു, ഒരു മടിയില്ലാതെ. ആദ്യമേ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട് ദിയാകൃഷ്ണനെ ഡ്രസ്സിങ്ങിലൊക്കെ അനുകരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഗ്ലാമി ഗംഗ മൊത്തത്തെ അങ്ങ് അനുകരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഇന്നിപ്പം നോക്കിയപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടു. ലോങ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഷോർട്ട് വീഡിയോയില് ഹസ്ബൻഡും വൈഫും, ഹസ്ബൻഡ് എവിടെയോ ദൂരെയായിരുന്നേ. അപ്പൊ വൈഫ് സാരി ഉടുത്ത് കുറെ കാലത്തിന് ശേഷം, അല്ലെ ഇനി ആദ്യമോ സാരി ഉടുത്ത് കാണുമ്പോഴത്തേന് ഹസ്ബൻഡ് പറയുന്ന പോലെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ കാണിക്കുന്ന സീൻ എന്താ വെച്ചാൽ ബെഡ്റൂം സീൻ. ആദ്യത്തെ വീഡിയോ ഇങ്ങനെ മുകളിൽ ഓടുന്ന വീഡിയോയും സംസാരവും കേട്ട ഇവര് ഭാര്യയും ഭർത്താവും ഇവിടെയൊന്നും ഇല്ലായിരുന്നോ? കുറെ അകലെയായിരുന്നോ ഹസ്ബൻഡ്? തമിഴ്നാട് വരെ പോയി വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. കമന്റ് ബോക്സിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ സാരി അടിപൊളി, സെറ്റായിരിക്കുന്നു, മണമുണ്ടോ എന്നൊക്കെ ചോദിച്ചുള്ള രീതി കണ്ട കുറെ കാലത്തിന് ശേഷം രണ്ടുപേരൂടെ കണ്ടുമുട്ടിയാൽ എങ്ങനെ ഇരിക്കോ? ഡയറക്ഷൻ അങ്ങോട്ട് ഒത്തില്ല. അപ്പൊ അതൊന്ന് കണ്ടു നോക്കേ. കൊള്ളാമോ എന്റെ ഔട്ട്ഫിറ്റ്? കൊള്ളാമോ? തുറന്നു തരുമോന്ന്? കുറെ ബാഗും കൊള്ളാമോ? താങ്ക് യു. താങ്ക് യു. ഇത് ഭയങ്കര സെക്സി ഔട്ട്ഫിറ്റ് അല്ലേ ഇത്? അയ്യോ ഒന്ന് പിടിക്കോ? പുതിയ വേണ്ട என்ன ஒரு பிரமாதமான ஒரு புது அழகும் கிட்ட പുതു അഴക് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. താങ്ക്സ്. മണമുണ്ടാ? സെറ്റി സ്പ്രേ അടിച്ചു വേണ്ട ഒറ്റ സെക്കൻഡ്. ഓക്കെ, വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ സീനൊക്കെ കണ്ടപ്പോൾ ഇതിന്റെ അടിയിലൊക്കെ കമന്റ് നല്ല പൊങ്കാല. ഒരു കമന്റ് എന്റെ ശ്രദ്ധയപ്പെട്ടു, ഗംഗ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ ഗംഗ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗംഗ ഭയങ്കര വെറുപ്പിക്കില്ല, അതുകൊണ്ട് ഞാനിപ്പോ അധികം കാണാറില്ല എന്നുള്ള ഫാൻസുകാരുടെ ഒരു രോദനം അവിടെ കണ്ടു. ഫാൻസുകാർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നോർത്ത് ഫാൻസുകാർക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ ബെഡ്റൂം സീനാണ് താഴെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഗംഗയെ പറ്റി ആരെങ്കിലും നെഗറ്റീവ് പറയുക, പറഞ്ഞാൽ എത്ര കണ്ടാണ് ഇവർ പ്രതിരോധിച്ച് നിൽക്കുക. ഓ നിങ്ങളൊക്കെ പരിദൂഷണമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ വാ അടയ്ക്കാൻ വേണ്ടി വരും. പക്ഷെ എന്നാലും കാണിക്കുന്ന ആരേലും ഒക്കെ പറയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഫാൻസുകാർക്ക് സങ്കടമുണ്ട്. അവരുടനെ എഴുതിയിട്ടിരിക്കുന്നു, ഇപ്പൊ അധികം കാണാറില്ല. ഗംഗ കല്യാണം കഴിഞ്ഞിട്ട് വളരെ വെറുപ്പിക്കലാണ്. ഗംഗ വെറുപ്പിക്കലല്ല, ഗംഗ കാശുണ്ടാക്കുകയാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് വേറെ ഇടവും ബലമൊന്നും നോട്ടമില്ല. എല്ലാവരും അതുപോലെയായി, പണം 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 എന്നുള്ള. അതിൻ്റെ അകത്ത് അഭിമാനം, മാനം എന്നുള്ള ആ 2 വാക്കൊക്കെ എടുത്ത് അവരുടെ നിഘണ്ടുവിനെ എടുത്ത് ദൂരെ എറിഞ്ഞു കളഞ്ഞു. അങ്ങനത്തെ പരിപാടിയില്ലേ, അതൊക്കെ എന്ത് തേങ്ങ എന്നുള്ള രീതിയാണ്. മാനാഭിമാനം അതൊന്നും ശരി ജീവിതത്തിൽ കൊണ്ടുനടന്ന
കൊണ്ടു നടക്കാൻ കൊള്ളാത്ത 2-3 വാക്കായി മാറിയിട്ടുണ്ട്. ഈ മാനം, അഭിമാനം, ആദർശം, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവരുടെ ദൂരക്കെറിഞ്ഞു. അങ്ങനെയാണ് ഒരാളല്ല, പുതിയതായിട്ട് വന്നിട്ട് ഇപ്പൊ നമ്മള് അശ്വിനിയാണ് 1 കോടി രൂപയൊക്കെ മാസ വരുമാനം മേടിച്ച, പിന്നെ രേണുസുതി തുടങ്ങി, പിന്നെ അന്നാരാജൻ തുടങ്ങി, ഇപ്പൊ കൃഷ്ണകുമാറിന്റെ ഇളയ വച്ചു തുടങ്ങി. നമ്മൾ ആലോചിക്കാത്ത മേഖലയിലേക്കാണ് പെൺകുട്ടികൾ ഇപ്പം ധൈര്യപൂർവ്വം കടന്നു വരുന്നത്. അതിനെ അനുകൂലിക്കേണ്ട അവസ്ഥ പഴയ തലമുറയ്ക്ക് വരികയും ചെയ്യുന്നു. അല്ലെ അവരും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ടാവും. നമ്മളെപ്പോലെയല്ല, ബുദ്ധിയില്ലാത്ത നമ്മൾ കുറച്ചുപേരായിരിക്കും ഇതിനെയൊക്കെ അയ്യേ എന്നൊക്കെ വെക്കുന്നത്. ബുദ്ധിയുള്ള അവരൊക്കെയാണ് ഇപ്പൊ ഇതിനെയൊക്കെ അനുകൂലിച്ചു പോകുന്നത്. അപ്പൊ ഇനി ആ ബെഡ്റൂം സീൻ ഒഴുകുന്നു എന്ന് കാണട്ടെ. ഇതിപ്പോ വേറെ ആരെങ്കിലും ഒക്കെ കാണിച്ചെങ്കിൽ ഇത് വലിയ വിഷമമായി തീർന്നേനെ, വലിയ ചർച്ചയായി തീർന്നേ. പക്ഷെ ഇത് ഗ്ലാമി ഗംഗ ആയതുകൊണ്ട് ഫാൻസുകാർ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഗംഗയുടെ ഒപ്പം ഫാൻസുകാർ അതിശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത് ഈ പക്ഷിയൊക്കെ ചിറകുരുമോ അതിനെ കൊക്കുരുമോന്നോ അങ്ങനെയൊക്കെ പറയുന്ന പോലെ വേണേ ഇത് സാഹിത്യപരമായിട്ട് 2 പക്ഷി ഇണക്കുരുവികൾ കൊക്കുരുമിയ പോലെയല്ലേ നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ബെഡേ കയറി കിടന്നിട്ട് ഷീറ്റ് പകുതി വരെ വിരിച്ചിട്ട് 2 പേരുടെ ലീലാവിലാസങ്ങളൊക്കെ നടത്തുന്നതൊക്കെ അതിനെ നിങ്ങൾ അങ്ങനെ കാണാൻ പാടുണ്ടോ? അതിന്റെ എന്താണ് കുഴപ്പം? അത് സ്നേഹപ്രകടനമല്ലേ? അതിനെന്താണ് പ്രശ്നം? അങ്ങനെയൊക്കെ വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന, നമ്മൾ വിദേശത്തൊന്നും അല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ സീനൊക്കെ കാണുമ്പോൾ ഒരു ജാള്യത അനുഭവപ്പെടാറുണ്ട്. കാരണം ഇതൊരു ബെഡ്റൂമിനുള്ളിൽ കഥ അടച്ച് കഴിഞ്ഞതിന് ശേഷം ന്യൂലി ആയിട്ട് പുതിയതായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ചേഷ്ടകളായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം സ്ഥലകാല ബോധമില്ലാതെ പണ്ടുകാലത്തും ഉണ്ട് സ്ഥലകാല ബോധമൊക്കെ മറന്ന് കല്യാണം കഴിച്ച ഉടനെ ചിലർ കാട്ടിക്കൂട്ടുന്ന ഒരു ഗോഷ്ടി. ഇങ്ങനത്തെ ചില ഗോഷ്ടികൾ പലർക്കും ഉണ്ട്. കാരണം അവര് മാത്രമാണ് ആദ്യമായിട്ട് കല്യാണം കഴിച്ചെന്നുള്ള വിചാരത്തിൽ കുഞ്ഞുമക്കളോ പ്രായമുള്ളവരോ ഒക്കെ ഉണ്ടെന്നൊന്നും ഒരു ഓർമ്മയില്ലാതെ ചില ഗോഷ്ടികളൊക്കെ കാണിച്ചു കൂട്ടും. അത് മറ്റുള്ളവർക്ക്, കാണുന്നവർക്ക് വളരെയധികം അപമാനം തോന്നി അവരൊന്നും ഞെട്ടി. അവർക്കാണ് നാണം, അവർക്ക് നാണം വരും ഭയങ്കര. പക്ഷെ പണ്ടും ഉണ്ട് ഇത്, കാണിക്കുന്നവർക്ക് നാണമില്ല. ആ ഒരു പരിപാടിയാണ് ഇപ്പൊ ഇത് കണ്ട. ഇത് ഇവർക്ക് നാണമില്ല. ഇവര് ഇങ്ങനെ കാണിക്കുന്നവരുടെ വിചാരം എന്താ വെച്ചാൽ അവരാണ് ഈ ലോകത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ച് അവരെ ഇത്രയധികം പ്രണയിക്കുള്ളൂ, അല്ലെ അവർക്ക് ഇത്രയധികം പരസ്പരം സ്നേഹിക്കാനാവുള്ളൂ. ഇത് 10 മനുഷ്യരെ കണ്ടോട്ടെ എന്നോർത്ത് ഞങ്ങൾ പരസ്പരം ഇത്ര സ്നേഹമാണ്. ഈ വല്ലാതെ അടിച്ചു പിരിഞ്ഞ് ഡിവോഴ്സായി വൻ ശത്രുക്കളായി തീർന്നവർ പോലും നിങ്ങൾ മനസ്സിലാക്കുക, കല്യാണത്തിന്റെ ഒരു 6 മാസക്കാലം ഒരു കാളപ്രേമം എന്നാ പറയാ പരസ്പരം. അതിന് 6 മാസത്തെ വാല്യൂ ഉള്ളൂ, അതുവരെ ഉള്ളൂ. ആ 6 മാസക്കാലം ഒരു ഹാഫ് ലവ് എന്നങ്ങാണ്ട് പറയും. ഏതാണ്ട് ഒരു കാളപ്രേമം പ്രേമിക്കാത്തവരാരുമില്ല. ആ പ്രേമമാണ് കാണിക്കുന്നത്. ആ ഒരു പ്രേമം ജീവിതാവസാനം വരെ ഇങ്ങനെ തന്നെ ആകർഷണമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുമെന്നുള്ള വിചാരത്തിലാ ഈ കല്യാണം കഴിയുന്നവർ ആ 6 മാസം ജീവിക്കുന്നത്. അവരാ റിയാലിറ്റി ഒരിക്കലും മനസ്സിലാക്കില്ല. അത് കഴിയുമ്പോൾ അവർ സ്വയം മനസ്സിലാക്കും. ആദ്യകാലത്ത് ഇങ്ങനെയായിരിക്കും, പിന്നെ പരസ്പരം തിരിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാകും. ഇതൊക്കെയാണ് കല്യാണത്തിന്റെ. കാണത്തില്ല ചില പുരുഷന്മാര് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തൊട്ടടുത്ത കടകളിൽ ചായക്കടയിലോ അല്ലെ തൊട്ടടുത്ത കലിങ്കലിലൊക്കെ കൂട്ടുകാരുമായിട്ട് സൊറ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കാം. കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളത്തിന് പിന്നെ ഇവരെ മഷിയിട്ട് നോക്കിയാൽ കാണുകയില്ല. പിന്നെ ഇവര് ആ പ്രദേശത്തെങ്ങുമില്ല, കൂട്ടുകാരുടെ കൂടെയൊന്നുമില്ല, അല്ലെ വൈഫിനെ ഇഷ്ടപ്പെടുക, അല്ല അത് ഇതൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് മുഴുവൻ സമയം വീട്ടിൽ ഭാര്യയ്ക്കൊപ്പം കഴിയും. ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, 6-7 മാസത്തിനകം അവർ വീണ്ടും പഴയ സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവർക്കൊന്നും ഇതൊന്നും മനസ്സിലാവില്ല. തുടക്കകാലത്ത് ഇവര് ഇതിനു മുന്നേ കടന്നുപോയ ദമ്പതികളോ ഇനി കടന്നു വരാൻ വരുന്ന ദമ്പതികളോ ഒന്നുമല്ല, ഞങ്ങൾ മാത്രമേ ഇത്രയധികം ആഴത്തിൽ പ്രണയിക്കൂ എന്നും പറഞ്ഞ് ഇവര് വാശിയോടെ പ്രണയിക്കുന്നത്. ഈ കാട്ടായൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇതിനെക്കാട്ടും കാട്ടായം കാണിച്ച ഒരു ഡിവോഴ്സായി പോയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞോന്നല്ല പറയുന്നത്, പക്ഷെ അമിതമായാൽ എന്തും മോശമാണ്. ഒരു സ്വകാര്യമായ സീനുകൾ, സ്വകാര്യത, അവനവന്റെ ഒരു സ്വകാര്യത, അത് മറ്റൊരാളെ പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കുന്നതിൽ ഒരു ഇതുമില്ല, ഒരു അഭിമാനമില്ലാത്ത ഗ്ലാമി ഗംഗയ്ക്ക് എന്തെല്ലാം ഇടാം.
അതൊക്കെ ഇടുക. അല്ലാതെ ബെഡ്റൂം സീൻ ഇട്ട് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പടിയെങ്കിലും ആ കുട്ടി താഴോട്ടേ വന്നിട്ടുള്ളൂ. ആ കുട്ടിയുടെ നമ്മൾ കൊടുത്തിരുന്ന സോഷ്യൽ മീഡിയ വന്ന് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് വീടും സ്ഥലവും ഒക്കെ ഉണ്ടാക്കി പണം ഉണ്ടാക്കി ആ ഒരു ഇതില് നമ്മൾ കുറച്ചെങ്കിലും ഒരുമാതിരി ഒത്തിരി ഇപ്പൊ ജാസ്മിൻ ജാഫർ, അസ്സലാം മാർലി, അങ്ങനെ കുറെ പേര് കുറെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി അവരുടെയൊക്കെ പേര് പോയിട്ടുണ്ട് ഇടയ്ക്ക്. പെയ്ഡ് പ്രൊമോഷൻ നടത്തുക, വ്യാജ പ്രൊഡക്റ്റ് പ്രൊമോഷൻ നടത്തുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗ്ലാമി ഗംഗ അതിലൊന്നും ചെന്ന് വീണിട്ടില്ല, അതിലൊന്നും പേര് പോകാത്ത ഒരാളാ. പക്ഷെ എന്താണെന്ന് പറ്റിയതെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞോടുകൂടി പുള്ളിക്കാരത്തിക്ക് ഒരു കിളി പറന്നു പോയ പോലെ ചെയ്യുന്ന എല്ലാം മണ്ടത്തരമാണ് ഗ്ലാമി ഗംഗ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്ലാമി ഗംഗ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബെഡ്റൂം സീൻ പോലുള്ള സീനുകളും ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ഒഴിവാക്കി പഴയ പോലെ പക്വതയുള്ള സീനുകൾ ഇട്ടാൽ ഇപ്പൊ ഉള്ള പ്രേക്ഷകർ കൂടെ നിൽക്കും. അല്ലാതെ സോഷ്യൽ മീഡിയ വളർത്തിയവരാരാണേലും ഓവറാക്കി കളഞ്ഞ സോഷ്യൽ മീഡിയ എടുത്ത് താഴോട്ടിടും. അത് നമുക്കറിയാവുന്നതായിരുന്നു. മല്ലു ട്രാവലറെയൊക്കെ നമ്മളിപ്പോ കാണാറ് പോലുമില്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് അവനവന്റെ ഒരു ഡീസന്റ് ആയിട്ട് നിൽക്കുക, അത് കീപ്പ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഗംഗയ്ക്ക് തന്നെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഗംഗയെ ഇഷ്ടപ്പെടുന്നവരും ഇറങ്ങിപ്പോകും. കാരണം പല പ്രായത്തിലുള്ളവരും പല ചിന്താഗതിയുള്ളവരും, നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന പോലെ പുതിയ തലമുറ പെൺകുട്ടികളൊക്കെ ചിന്തിക്കുന്ന മാതിരി വിശാല മനസ്സൊന്നും സാധാരണക്കാരായ ആൾക്കാരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതിന് ഇനിയും കുറെ നാളൂടെ കഴിയണം. നിങ്ങൾ ഇപ്പോഴേ ഈ ഗോഷ്ഠിയൊക്കെ കാണിച്ചാൽ എന്തു ഗോഷ്ഠിയെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ഈ തലമുറയ്ക്ക് ഉണ്ടായിട്ടില്ല. അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പണമാണ് വലുത്, പണത്തിന് മീതെ പരുന്തും പറക്കല്, പണമില്ല നമ്മ പിണവാണെന്ന് പറയല്ലേ. പണമില്ല പിണവാണ്, അതൊക്കെ സംഗതിയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്കും അഭിമാനത്തിന് വില കൊടുക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. അടുത്ത തലമുറയിൽ ആ അഭിമാനമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞേച്ച് വരും. അപ്പൊ കാണിക്കുക. ഇതിപ്പോ നിങ്ങൾ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന പോലത്തെ കാട്ടായം കാട്ടുമ്പോൾ ഇഷ്ടപ്പെടുന്നവര് പോലും ഇട്ടേച്ചു പോകും. അപ്പൊ വ്യൂസ് കുറയും, അപ്പൊ ഇൻകം കുറയും. അതേ വരാൻ പോകുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.